കോഴി കൂവുന്നത് സ്വൈര്യജീവിതത്തിന് തടസ്സമാകുന്നു എന്ന അയൽവാസിയുടെ പരാതിയിൽ നടപടിയെടുത്ത് അടൂർ ആർടിഒയുടെ ഉത്തരവ് വൈറലാകുന്നു. പള്ളിക്കൽ ആലമൂട് സ്വദേശിയായ വയോധികന്റെ പരാതിയിലാണ് അടൂർ ആർടിഒയുടെ രസകരമായ ഉത്തരവ്. പരാതിയെ തുടർന്ന് വീടിന് മുകളിലെ കോഴിക്കൂട് മാറ്റണമെന്നാണ് ആർടിഒ ഉത്തരവിട്ടത്. വീടിന്റെ 2ാം നിലയിലായിരുന്നു പരാതിക്കാരൻ രാധാകൃഷ്ണന്റെ കിടപ്പുമുറി. തൊട്ടടുത്ത വീട്ടിലെ ടെറസിന്റെ മുകളിലാണ് കോഴിക്കൂടിന്റെ സ്ഥാനം. രാവിലെ 2 മണി മുതൽ കോഴി കൂവാൻ തുടങ്ങും, പിന്നെ സ്വസ്ഥതയില്ലാതാകും. ഇങ്ങനെ രാധാകൃഷ്ണന്റെ ഉറക്കം പോയെന്നാണ് പരാതി. തുടർന്നാണ് അയൽവാസി 14 ദിവസത്തിനുള്ളിൽ കോഴിക്കൂട് മാറ്റണമെന്ന് അടൂർ ആർടിഒയുടെ ഉത്തരവ് വന്നത്. തൃശൂർ ചാലക്കുടി പോട്ട ബാങ്ക് കവർച്ച കേസിലെ പ്രതിയെ പോലീസ് കസ്റ്റഡിയിൽ വിട്ടു. കൂടുതൽ സമയം വേണമെന്ന് ആവശ്യപ്പെട്ടെങ്കിലും 2 ദിവസം മാത്രമാണ് കോടതി അനുവദിച്ചത്. മറ്റന്നാൾ കാലത്ത് 10 മണിക്ക് പ്രതിയെ കോടതിയിൽ ഹാജരാക്കണം. പ്രതി റിജു ആന്റണിയുമായി ഇന്നലെ ബാങ്കിലും സുഹൃത്തിന്റെ വീട്ടിലും റെയ്ഡ് നടത്തിയിരുന്നു. പതിവില തട്ടിപ്പിന് ഇരകളാക്കപ്പെട്ടവരുടെ പ്രതിഷേധ സംഗമം ഇടുക്കി തൊടുപുഴയിൽ നടന്നു. 350ഓളം ആളുകൾ പങ്കെടുത്തു. തട്ടിപ്പിന്റെ വിഹിതം സംഭാവനയായോ കൈക്കൂലിയായോ കൈപ്പറ്റിയുള്ള മുഴുവൻ ആളുകളിൽ നിന്നും പണം തിരിച്ചുപിടിക്കാൻ നടപടികൾ ഉണ്ടാകണമെന്നാണ് ഇരകൾ ആവശ്യപ്പെട്ടത്. പാതിവില തട്ടിപ്പിന് ഇരയാക്കപ്പെട്ടവർ സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ പ്രതിഷേധം ഉയർത്തുന്നതിനിടെയാണ് ഇടുക്കി തൊടുപുഴയിൽ പ്രതിഷേധ സംഗമം നടന്നത്. കരിമണ്ടൂർ കുന്നപ്പിള്ളി ഓഡിറ്റോറിയത്തിൽ ചേർന്ന പ്രതിഷേധ സംഗമത്തിൽ 350ഓളം പേർ പങ്കെടുത്തു. തട്ടിപ്പ് കേസിൽ പങ്കാളികളായിട്ടുള്ള ഉന്നത സ്വാധീനമുള്ള വ്യക്തികൾക്കെതിരെയും നിയമ നടപടികൾ സ്വീകരിക്കണമെന്ന് യോഗം ആവശ്യപ്പെട്ടു. തുടർ നടപടികൾ ചർച്ച ചെയ്ത് തീരുമാനിക്കുന്നതിന് യോഗത്തിൽ ആക്ഷൻ കൗൺസിൽ രൂപീകരിച്ചു. രക്ഷാധികാരിയായി അഡ്വക്കേറ്റ് ബേസിൽ ജോൺ, ചെയർപേഴ്സണായി ലിസി ബാബു തുടങ്ങിയവരെ തെരഞ്ഞെടുത്തു. ജാതിമത രാഷ്ട്രീയ ചിന്തകൾക്കതീതമായി ജനങ്ങളുടെ പണം തിരികെ ലഭിക്കുന്നതിന് ഒരുമിച്ച് നിൽക്കാനും സാധ്യമായ എല്ലാ നടപടികളും സ്വീകരിക്കുവാനും യോഗം തീരുമാനിച്ചു. ന്യൂസ് 18 തൊടുപുഴ.